ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. ഹലോ, നമസ്കാരം. നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി കണ്ണൂരിൻ്റെ പൊക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ എപ്പോഴും നാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുകയും ആളുകളെ കാണുകയും ഇടപഴകുകയും സമ്മാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചേലോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ചേലോർ ആ സ്ഥലം അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വേറെ ഏതോ ഒരു ടൗണാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയത് നമ്മുടെ ചേലോർ എന്ന് പറഞ്ഞ സ്ഥലം എത്തി. അവിടെയാണ് നമ്മുടെ ഗെയിം നടക്കുന്നത്. എന്തായാലും നമുക്ക് പോയി. ഈ റോഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ണൂരിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് കണക്ഷൻ റോഡാണ്. ഇവിടെ നിന്നൊരു 70 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടന്നൂർ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൊടക് ഇല്ലേ, കൊടകിലേക്ക് 70 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊടകായി. ഇത് കണ്ണൂരിൽ നിന്ന് കൊടക് പോകുന്ന റൂട്ടാണ്, നേരെ കർണാടകയിലേക്ക് പോകുന്ന റൂട്ടാണ്. പണ്ട് മുതലേ ഉള്ള ഒരു റൂട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം നമ്മുടെ ചേലൂരിലേക്ക്. നമുക്ക് ഒന്നും നടക്കാം ഈ റോഡിലൂടെ. ആ വഴി ഒന്ന് കണ്ടുപിടിക്കണം എന്തായാലും. നമസ്കാരം. അപ്പോൾ സി കേരള സൂപ്പർ ബമ്പർ നടക്കണ്ട, എല്ലാവരും വരണം കേട്ടോ. ഇത് ഇന്നത്തെയാണോ നാളത്തെയാണോ? എത്ര രൂപ വരെ ഉണ്ട്? ഞങ്ങളുടെ 25,000 രൂപയുണ്ട്. അപ്പോൾ അവിടെ വന്നാൽ സമ്മാനം തരാം. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. നമുക്ക് ചേലോർക്കുള്ള വഴി വെച്ച്. ചേട്ടാ, ചേലോറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണോ? ചേലോറ ഇവിടുന്ന് കുറച്ചല്പം 1 കിലോമീറ്റർ അപ്പുറമാണ്. 1 കിലോമീറ്റർ കൂടി പോകണം നമുക്കിനി. അപ്പൊ ഇതേതാ സ്ഥലം? ഇവിടെ മധുക്കോത്താണ് എന്ന് പറയൂ. മധുക്കോത്ത്. എന്താ ഈ മധുക്കോത്ത് എന്ന് പറഞ്ഞാല് പഴയ കാലങ്ങളിൽ ഈ മധു എന്ന് പറയുന്ന തേൻ വിൽപ്പന നടത്തുന്ന ഒരു കുത്ത് മധു. ഒരു കുത്ത് എന്ന് പറയുന്ന അളവല്ലേ? ഇത്ര പൈസ എന്ന രൂപത്തിലാണ് അന്ന് കൊടുക്കായിരുന്നു. അന്ന് യജമാനന്മാരുടെ നാടായിരുന്നു ഇത്. അവരുടെ സങ്കേതത്തിൽ മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവിടെ തേൻ വിൽക്കാറുണ്ട്. അങ്ങനെ മധു ഒരു കുത്ത് എന്ന രൂപത്തിൽ പിന്നീട് ലോപിച്ചിട്ട് മധുക്കൂത്തായി മാറി. അതാണ് ഈ മധുക്കൂത്ത് എന്ന് പറയുന്നത്. മധുവല്ല, മധു, തേൻ വിറ്റിരുന്ന സ്ഥലം. ഒരു കുത്ത് തേനൊക്കെ ആയിട്ട് കണക്കാണ്. അപ്പൊ മധുക്കുത്ത് അങ്ങനെ വന്ന പേരാണ്. അതെ, അതാണ് ലോപിച്ചിട്ട് മധുക്കൂത്തായേ. ഈ കഥ പറഞ്ഞ ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് മോഹനൻ. മോഹനൻ. അത് ശരി. നിങ്ങളെല്ലാവരും മറ്റേ റിട്ടയർ ലൈഫ് ആഘോഷിക്കാണല്ലോ ഇവിടെ വന്നിരുന്ന് സൊറ പറഞ്ഞിരുന്നത്. എന്താ ചെയ്തിരുന്നത് ചേട്ടൻ? ഞാൻ കാർപ്പൻറ്റർ വർക്കാണ്. ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? അധ്യാപകന്മാരുണ്ടോ? അത് ശരി. ഈ കഥ ആര് പറഞ്ഞു തന്നതാ, മധുക്കോത്തിന്റെ കഥ? പഴയകാല ആൾക്കാർ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. എന്റെ അച്ഛൻ തന്നെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അങ്ങനെയാണ് സ്കൂൾ പഠിക്കുമ്പോൾ ഈ കഥയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അത് ശരി. വലിയ പുള്ളിയാണ്, വഴിയിൽ വെച്ച് കണ്ടതാണെങ്കിലും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, വഴി പറഞ്ഞു തന്നതിനും കഥ പറഞ്ഞു തന്നതിനും. അപ്പൊ കാണാം, ഇവര് മാഷാണ് രണ്ടുപേരും അല്ലേ? അത് ശരി. ഓക്കെ. അത് ശരി. ഓക്കെ. അപ്പൊ നമ്മള് സി കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ ആണ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ എല്ലാരും അങ്ങോട്ട് വരണം. മധുക്കോത്തിന് വേറൊരു വെർഷൻ ഉണ്ടോ പേരിന്? അപ്പൊ അതും കൂടി കേൾക്കാം. കല്ല് കൊത്തുന്ന സ്ഥലമായിരുന്നു. ഇവിടെ എല്ലാം കപ്പണകളുണ്ട്. മഴുക്കോത്ത് മധുക്കോത്തായി എന്നൊരു വേർഷൻ വേറെയുണ്ട്. മഴ കൊണ്ട് കൊത്തിയുണ്ട്. അത് ശരി. മഴുക്കോത്ത് പ്രദേശം ഇതെല്ലാം കപ്പണയാ ഇവിടെയൊക്കെ കല്ല്. അത് ശരി. മറ്റേ ചെങ്കല്ല് അതിന്റെ കൊത്ത് അങ്ങ് അവിടെ എല്ലാം ചേർക്കത്തുള്ളൂ. അങ്ങനെയാണ് മഴുക്കോത്ത്. മധുവായി മാറിയതാണ് എന്നുണ്ട്. 2 വേർഷൻ കിട്ടി ഒരു സ്ഥലത്ത് തന്നെ. അതെന്തായാലും അടിപൊളി. അതായത് തേൻ വിറ്റിരുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മധുക്കത്തും, അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ചെങ്കല്ല് നമ്മുടെ എറണാകുളം എവിടേക്കായാലും വരുന്നത്. അപ്പോൾ ആ ചെങ്കല്ല് മഴ കൊണ്ട് കൊത്തിയിരുന്ന സ്ഥലം അങ്ങനെ മധുക്കത്തായി എന്നും കേൾക്കുന്നു. എന്തായാലും മധുക്കോത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഗെയിം സോണിലേക്ക് പോക്കോട്ടെ, കാണാം. എല്ലാവരും അങ്ങോട്ട് വരണം. ഓക്കെ, അപ്പൊ ശരി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരമുണ്ട്. ഭക്ഷണം കഴിച്ചില്ലേ? ആരും ഉച്ചയ്ക്കെങ്കിലും ഭക്ഷണം കഴിച്ചില്ലേ? വൈകിട്ട് ചായയൊക്കെ കുടിച്ചില്ലേ?
ചായക്ക് കണ്ണൂരല്ലേ, നല്ല ഒന്നാന്തരം കടികൾ ഉണ്ടായിണ്ടാവുമല്ലോ, പലഹാരങ്ങൾ അല്ലേ, അതും കഴിച്ചില്ലേ? എന്നിട്ടൊരു ഉഷാറില്ലല്ലോ. ഒരു കിടിലൻ ഹായ് തന്നെ. ഓയ് സി കേരളം സൂപ്പർ ബമ്പർ 1000 രൂപ മുതൽ 25,000 രൂപ വരെയായി ഇന്നെത്തിയിരിക്കുന്നത് കണ്ണൂരുള്ള ചേലോറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇതൊരു കൊച്ചു ഗ്രാമമാണോ? അല്ല. ഹായ്, ഇവിടെ ഒരു ക്രിസ്മസ് പപ്പാനിയൊക്കെ നിൽക്കണ്ടല്ലോ. ഇതാരത്? ഞാൻ എപ്പോഴാണ് കണ്ടത്. നമസ്കാരം, എന്താ പേര്? ശ്രീധരൻ. ശ്രീധരൻ. ശ്രീധരൻ പപ്പാനിയാണോ ഇത്? ഇദ്ദേഹമാണോ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ സമ്മാനങ്ങളായിട്ട് ഇറങ്ങാറ് ചേലോറയിൽ മൊത്തം? എന്താ ചെയ്യുന്നത് ശ്രീധരൻ ചേട്ടൻ? കൂലിപ്പണി എടുക്കുന്നു. കൂലിപ്പണി എടുത്ത് തകർക്കാണ്. സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ ശരിക്കും? ആർക്കാ സമ്മാനം കൊടുക്കാറ്? കുട്ടികൾക്കെല്ലാം കൊടുക്കലുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കലുണ്ട്. ഭാര്യക്ക് സമ്മാനം ഒന്നും കൊടുക്കാറില്ലേ? ഇല്ല ഇല്ല. അതൊന്നും കൊടുക്കൂല, അതൊന്നും വേണ്ട. ഭാര്യയുടെ പേരെങ്ങനെയാ? ഉഷ. ഉഷ. ഉഷ ചേച്ചി എങ്ങനെയാണ്? ഭയങ്കര സ്നേഹമുള്ള ആളാണോ? അല്ല. അല്ലേ? തുടക്കം തന്നെ അടിയാണല്ലോ ഈശ്വരാ. ഇവിടെ ഉണ്ടോ ആള്? ഇല്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ആരെങ്കിലും ഭാര്യനെ നിർത്തിയിട്ട് സ്നേഹമില്ലെന്ന് പറയൂ? ഇല്ല. എന്തായാലും ആ തുറന്ന മനസ്സിന് നല്ല കൈഡി കൊടുത്തത് തുടക്കം തന്നെ. അറിയാലോ, 1000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് സമ്മാനം. അതിനിവിടെ നമ്മൾ ഗെയിംസ് നടത്തും. അതുകൂടാതെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്കും സമ്മാനം കിട്ടാനുള്ള കലാപരിപാടികൾ നമ്മുടെ കയ്യിൽ വേറെയുണ്ട്. ഇതൊന്നും കൂടാതെ സി കേരളം സൂപ്പർ ബമ്പർ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേറെ സമ്മാനം നമ്മൾ കൊടുക്കും. മൊത്തത്തിൽ സമ്മാനമായി. അതാണ് ഞാൻ പെട്ടെന്ന് ക്രിസ്മസ് പപ്പാനിയിലേക്ക് കണക്ട് ചെയ്തത്. ഒന്നും കൂടി നമ്മുടെ പപ്പാനിക്ക് ഒരു നല്ല കൈഡി കൊടുത്തേ. ശ്രീധരൻ ചേട്ടൻ പൊളിച്ചു. ആ നിപ്പൊക്കെ കണ്ട എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ കലാപരിപാടികൾ. ആദ്യം തന്നെ ലോട്ട് എടുക്കണം. ആ ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ചേലോറയിൽ, കണ്ണൂർ ചേലോറയിൽ ഇതാ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ, ഈ ജനസാഗരം ഇവിടെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് AKG സ്മാരക വായനശാലയാണ്. അതിന്റെ സെക്രട്ടറിയാണ് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നത്. നല്ല കൈയോടുകൂടി നമുക്ക് ഇങ്ങോട്ട് സ്വീകരിച്ചാലോ സെക്രട്ടറിനെ? എവിടെ സെക്രട്ടറി? എവിടെ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. നമസ്കാരം മാഷെ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. എത്ര ദിവസം ലീവ് എടുത്തു സി കേരളം സൂപ്പർ ബമ്പർ ഇവിടെ ഇങ്ങനെ ആക്കാൻ വേണ്ടി? ഇന്ന് ഒരു ദിവസം ലീവ് എടുത്തു. ബാക്കി 2 ദിവസം വൈകുന്നേരങ്ങളിൽ വീടുകളിൽ കയറി അങ്ങോട്ട് ഇറങ്ങി. അത് ശരി, പൊളിച്ചു. ഈ വായനശാല നിങ്ങളുടെ ഇവിടെ ഇത് എത്ര കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാ? വായനശാല 2006 രൂപീകൃതമായത്. ഇങ്ങനെ രൂപീകൃതമായത് 2014 ഗ്രന്ഥശാല സംഘത്തിന്റെ അഫിലിയേഷൻ ലഭിക്കേണ്ടായി. ഇപ്പോൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചേലോറയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും ജനശ്രദ്ധയുണ്ട്. അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടില്ല. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് അപ്പോൾ ഒരു വായനശാലയാവുമ്പോൾ അതിന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എങ്ങനെ സംഘടിപ്പിച്ചു? നിങ്ങൾ മേടിച്ചോ? വായനശാല സാമ്പത്തികം കണ്ടെത്തി മേടിച്ചോ? അതോ എല്ലാവരുടെയും സഹകരണത്തോടെ പുസ്തകങ്ങൾ കളക്ട് ചെയ്തോ? ഇതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാ വീടുകളിലും കയറി പുസ്തകം ശേഖരിക്കുകയും പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 20,000 രൂപ ലഭിക്കുകയും അതുവഴി പുസ്തകങ്ങൾ വാങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ ഗ്രന്ഥശാല സംഘത്തിന്റെ ഗ്രാന്റ് ലഭിക്കുകയാണ്, പുസ്തക ഗ്രാന്റ്. ആ ഗ്രാന്റ് ഉപയോഗിച്ച് മുഴുവൻ പൈസക്കും പുസ്തകം വാങ്ങുന്നു. ഒരു നല്ല കൈഡി കൊടുത്തേ, ഒരു നല്ല കൈഡി. ഒരു നാടിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രത്യേക ഇടങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഷോപ്പിംഗ് മാളുകളൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായനാശീലം വളർത്തുന്ന വായനശാലകൾ, ഗ്രന്ഥശാലകൾ തന്നെയാണ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അത്തരമൊരു പരിപാടി ഈ അടുത്ത കാലത്തൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ 2006 എന്നല്ലേ പറഞ്ഞത് തുടങ്ങി അതിങ്ങനെ ഉഷാറായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടായ്മകളുണ്ടാകും. പുതിയ തലമുറ നല്ല രീതിയിൽ കലാകായികപരമായി വളരും അല്ലേ? അതിൻ്റെ എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാണ്. നമുക്ക് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ബഹളങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിനെ നമുക്ക് എടുക്കാം, എന്നിട്ടൊരു പാട്ടിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നോളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. വീണ്ടും കാണാം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം. ആദ്യത്തെ മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് നമുക്ക് ക്ഷണിക്കാം അല്ലേ? അതിനു മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഒരു നല്ല അടിപൊളി നാടൻ പാട്ട് ആരാ എനിക്ക് പാടിത്തരാം? അനൂപോ? അനൂപ് നേരത്തെ നമ്മുടെ ഡാൻസ് കളിച്ച ആള്. അന്ന് അനൂപിന്റെ അടുത്തേക്ക് പോയാലോ? നമുക്ക് റെഡി അല്ലേ? ഒരു നല്ല കൈഡേ. അപ്പോ നമുക്ക് വേണ്ടി ഇന്നത്തെ ആദ്യത്തെ പാട്ട് അനൂപിന്റെ വകയാണ്, അനൂപേട്ടന്റെ വകയാണ്. അനൂപേട്ടൻ എന്താ ചെയ്യുന്നത്? സെൻട്രിങ് കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. മലയാളത്തിൽ കൂലിപ്പണി. അതങ്ങോട്ട് പറഞ്ഞാൽ മതി. അതിനെന്താ അത്ര നാണവും മടിയും? ആദ്യം പറഞ്ഞ വേറെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ പേടിച്ചു. ഇതെന്താ, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കേട്ടിട്ടു. എന്താണ് സംഭവം? സെൻട്രിങ്. സെൻട്രിങ് അതൊന്നും വേണ്ട.
കൂലിപ്പണി. അത് മതി. ഒരു നല്ല കൈ കൊടുത്തേ. നമ്മളെ കലാഭവൻ ചേട്ടന്റെ പാവന സ്മരണക്ക് വേണ്ടി 3 കൊല്ലത്താൻ വേണ്ടി പോയിപ്പോ. ഓക്കെ. ഒരു 4 വരി. ഓക്കെ, അടിപൊളി. ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശക്കോരാശായി പെണ്ണ് പാടണമെന്നുണ്ട് എൻ്റെ പൊന്നെ ചന്ദനപ്പൊട്ടിൻ്റെ വട്ടം കുറഞ്ഞാലോ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണ് ചന്ദനപ്പൂമയിലേ. ഈ ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞിട്ടും ചന്ദനത്തിന് കുറവില്ലാത്ത ചന്ദന പൂമയിൽ അതാരാണ്? സ്വന്തം ഭാര്യ. ഇവിടെ ഉണ്ടോ സ്വന്തം ഭാര്യ? എവിടെയാ? എവിടെ? ഒന്ന് കൈവക്കേ. അനുപേന്റെ വൈഫ് എവിടെയാ? ഓടിയോ? ഉണ്ടോ അവിടെ? എന്താ പേരെന്താ? ദിവ്യ. ദിവ്യ. അതിന് 2 വട്ടത്തിലുള്ളതാണ് 2 ആള്. ആരാണ് ഈ 2 പേര്? ആരൊക്കെയാണ്? അതൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്. ഏത്? ഇതാ ഒന്ന്. നിങ്ങൾ 2 സൈഡിൽ പോയിരിക്കാണല്ലേ. എന്താ പേര്? തീർത്ഥ. അടിപൊളി പേരാണല്ലോ തീർത്ഥ. ഇയാളുടെയോ? ഹൃദ്യ. നല്ല ഇത് പേരാരട്ടത് ഇവരുടെ? അതൊക്കെ നമ്മുടെ ഇതാണ്. ഹൃദ്യന്റെ പിറന്നാളും കൂടിയാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂം ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സൂര്യയാണ്. ആരാണ് സൂര്യ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് സൂര്യയാണ്. സൂര്യക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈ കൊടുത്ത് നമ്മൾ ഉഷാറായിട്ട് തുടങ്ങുകയാണ്. നമസ്കാരം സൂര്യ. എന്താ ചെയ്യുന്നത് സൂര്യ? ഞാൻ PSC കോച്ചിങ് സെന്ററിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. കുഴഞ്ഞു മറിഞ്ഞ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്ന ആളാണല്ലേ? കുഴഞ്ഞു മറിഞ്ഞ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പിക്കാത്ത ചോദ്യങ്ങൾ മാത്രമേ തുടക്കത്തിൽ പഠിപ്പിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായാലും കുഴഞ്ഞു പറയുന്നുണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ, എന്തിനാണ് ഈ PSCക്ക് അച്ഛന്റെ പ്രായം 24 അമ്മാവന്റെ പ്രായം 14 ആണെങ്കിൽ നിങ്ങളുടെ പ്രായം എത്ര എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്തിനാ? ജോലി കിട്ടിയില് ട്രഷറിയിലാണ് കിട്ടുന്നെങ്കിൽ 4000-2000 കൂട്ടാ പഠിക്കണല്ലോ. അതിനാണോ ഇങ്ങനെ 4000 2000 കൂട്ടാ 6000 സ്കൂളിൽ പഠിച്ചാ പോരെ? സ്കൂളിൽ പഠിക്കുന്ന മാത്രമല്ല, നമ്മൾ PSCയിൽ കുറച്ച് നുറുങ്ങുകൾ ആ 1.25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണോ ആ PSC സെന്ററിൽ പോയി കോച്ചിങ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നമ്മൾ എക്സാം സെന്ററിൽ കയറി ഒരു 1.25 മണിക്കൂർ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് ജോലി കിട്ടും. അപ്പൊ ഒരുപാട് പഠിച്ച് തലയിൽ കയറ്റിയിട്ട് കാര്യമില്ല. ആ 1.25 മണിക്കൂർ നല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. അതാണ് മെയിൻ ടബ്. ഇതൊരു ടിപ്പാണ്. സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന PSC കോച്ചിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് കേട്ടോ. ഇനി കേട്ടില്ല, അറിഞ്ഞില്ല, പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് അല്ലേ? ശരിക്കും 4000-2000 കൂട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യം 1.25 മണിക്കൂറിൽ തന്നാൽ നമുക്ക് തോന്നും 8000 ആണോന്ന് തോന്നി. ഇത് ഒക്കെ പഠിച്ചിട്ട് ഇതിന്റെ ഒരു ടെൻഷൻ കൊണ്ടാണോ ഈ ഗവൺമെന്റ് ജോലി കിട്ടിക്കുമ്പോ പലരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോണത്? ഒരിക്കലും അല്ല. ഒരുപാട് കാലം ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുന്നതുകൊണ്ട് ആ ഉറക്ക് സർക്കാർ ഓഫീസിൽ തീർക്കുന്നതായിരിക്കും കൂടുതൽ. അവരുറങ്ങിക്കോട്ടെ, പാവങ്ങൾ. ഒരുപാട് കാലം ഉറക്കൊഴിച്ച് പഠിച്ചല്ലേ. നമുക്ക് 1000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള ഗെയിംസ് ആണ് ഇത്. കുഴഞ്ഞു പറയുന്ന ചോദ്യങ്ങളല്ല, കുഴഞ്ഞു പറയുന്ന മത്സരങ്ങളാണ്. കഠിനമായ മത്സരങ്ങളായിരിക്കും ചിലപ്പോൾ. കുറച്ചൊരു ടെൻഷൻ ഉള്ളത്. കുഴപ്പമില്ല, കുറച്ച് ശരീരമൊക്കെ ഇളകിയാണ്ട് പണിയെടുത്തോ, എന്നാലേ കാശ് കിട്ടുള്ളൂ. ഇവിടത്തെ പരിപാടി അങ്ങനെയാണ്. റെഡി അല്ല? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഭാര്യ, ഏട്ടന്റെ ഒരു ചെറിയ മോള്. ഓക്കെ, എത്രയും പേരാണ് വീട്ടിലുള്ളത്? അവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഏട്ടനില്ല, ഏട്ടൻ ഗൾഫിലാണ്. ഗൾഫിലിരുന്നോട്ടെ. ഗൾഫിലിരുന്ന് നമ്മുടെ സി കേരളം കണ്ടോളും. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി ഒന്ന് കാണാൻ. അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചോ കേട്ടോ, കാശും കൊണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ ഈ ഗെയിമൊക്കെ ഇങ്ങനെ നടത്തുമ്പോഴേ അതിന് കുറച്ച് ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് 1000 രൂപയുടെ 2000 രൂപയുടെ അങ്ങനെ ഓരോ സ്റ്റേജാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്.
രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി സൂര്യ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി സൂര്യയ്ക്കുള്ള ആദ്യത്തെ മത്സരം അത് ഏതാണ് എന്ന് ലോട്ടെടുത്ത് തീരുമാനിക്കണം. അതെടുക്കുന്നതിന് മുമ്പ് നമുക്കെടുക്കാം സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂര്യ, നമ്മുടെ മുമ്പിൽ 2 പെട്ടികൾ ഇപ്പൊ വന്നു. ഓക്കെ, പി എസ് സിക്കാർക്ക് പെട്ടികൾ എന്താന്ന് മനസ്സിലായോ? ഒട്ടും മനസ്സിലായില്ല. പി എസ് സിക്കാർക്ക് ആ പെട്ടിയും മനസ്സിലായില്ല. സൂപ്പർ ബമ്പറിന്റെ പെട്ടിയാന്നറിയാം. അത് ഞങ്ങളുടെ പെട്ടി, അത് ഞാൻ സമ്മതിച്ചു. അതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനം എന്താ? പണം. സത്യം പറഞ്ഞാ നോക്കിയില്ല കേട്ടോ. അയ്യോ എന്റെ ദൈവമേ, ഇതൊക്കെ ഞാൻ വിശ്വസിക്കണല്ലേ? സത്യം പറഞ്ഞ ഞാൻ ഈ ലേബല് മാത്രമേ നോക്കുള്ളൂ, പണം നോക്കിയില്ല. എനിക്കിത് കേൾക്കാൻ വയ്യ. ഇതുവരെ ആരും മത്സരിക്കാൻ വന്നിട്ട് ക്യാഷ് കാണാണ്ട് പോയിട്ടില്ല കേട്ടോ. അതാണ് ആദ്യം കാണാറ്. അത് ചിലവർക്കാരുടെ ഗുണം. അതാണ് ചില ആൾക്കാരുടെ ഗുണമാണത്. ചേലോർക്കാരുടെ ഗുണമാണ്. ഞാൻ ചില ആൾക്കാരുടെ കേട്ടെ, സോറി, ചേലോറക്കാരുടെ ഗുണമാണ്. ഒരു നല്ല കൈഡി ചേലോർക്കാർക്ക്. അപ്പോ കണ്ടല്ലോ അല്ലേ ക്യാഷ്? ഓക്കെ, ആയിക്കോട്ടെ. അതാണ് പണപ്പെട്ടി. അത് അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. ഇതാണ് പണിപ്പെട്ടി. ഇതാണ് നമുക്കിപ്പോ ആവശ്യം. ഇതിൽ നിന്നാണ് സൂര്യക്കുള്ള ആദ്യത്തെ പണി എടുക്കേണ്ടത്. ഞാൻ തന്നെ എടുക്കണം. എടുത്തോ. ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒരു എത്ര കിലോ വെയിറ്റ് വരെ എടുക്കും? ഈ കടയിൽ പോവാറില്ലേ? റേഷൻ വീട്ടിൽ അരി വാങ്ങാൻ പോയി. അതന്നെ ഞാൻ ചോദിക്കാം. റേഷൻ വീട്ടിൽ അരി എത്ര കിലോ അരി വരെ ഒറ്റ കൈക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാറുണ്ട്? പോയിട്ടില്ലേ? പി എസ് സിയിൽ പഠിപ്പിക്കുന്ന തിരക്കായതുകൊണ്ട് ഇതുവരെ റേഷൻ കടയിൽ പോകാൻ സമയം കിട്ടിയില്ല. അച്ഛൻ അധികാരം ഇതുവരെ ആരും കൈവിട്ടിട്ടില്ല. വീട്ടില് മിക്സി ആണോ അമ്മിക്കല്ലാണോ? മിക്സി. അപ്പൊ അവിടെയും പോയല്ലോ. പോട്ടെ, വീട്ടിൽ വല്ലപ്പോഴെങ്കിലും ബെഞ്ചും ഡെസ്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിടാറുണ്ടോ? അത്യാവശ്യം എന്തായാലും ഒരു 10-20 കിലോ എടുക്കാനുള്ള അത് മതി. 20 ധാരാളം. 21 പേര് വരില്ല. ഈ ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് എടുത്തോ പൊട്ടിച്ചോ എന്നാണ്. സംഭവം നമ്മളിവിടെ കുറെ ബലൂൺ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും. ഒരു കുട്ടിയെ എടുത്ത് പൊക്കി കയ്യിൽ പിടിക്കണം. ആ കുട്ടിയെ കൊണ്ട് എന്നിട്ട് ഓരോ ബലൂണുകളായിട്ട് പൊട്ടിക്കണം. പൊട്ടിക്കാനുള്ള ആയുധം നമുക്ക് കൊച്ചിന്റെ കൊടുക്കാം. അതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് വെയിറ്റ് ഒന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിക്കോ. സൂര്യയുടെ ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ സൂര്യക്ക് കിട്ടും 1000 രൂപ. ആദ്യത്തെ റൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്യും. ഗെയിം ഇതാണ്, എടുത്തോ പൊട്ടിച്ചോ. ചേലോറയിലെ ആദ്യത്തെ മത്സരം നമ്മൾ തുടങ്ങാൻ പോകുന്നു. സൂര്യയുടെ ആദ്യത്തെ മത്സരം. സഹായിക്കാൻ ഒരാളിത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഓ, അക്ഷയ് കുമാറിന്റെ പോലെ ഉണ്ട് ഇപ്പൊ കാണാൻ. ഇത് ആരത്? പേരെന്താണ്? യാദവ് ആണ് വന്നിരിക്കുന്നത്. ഒരു നല്ല ഗൈഡ് എടുത്ത യാദവിന്. സൂര്യ ചെയ്യേണ്ടത് യാദവിനെ എടുത്ത് പൊക്കുക, ഈ ബലൂണുകൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. യാദവ് ഇതുകൊണ്ട് ആഞ്ഞു കുത്തിക്കൊള്ളണം. ഇത് ഇനി കയ്യിൽ നിന്ന് പോയാലും വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട്. കേട്ടോ? അപ്പോൾ 120 സെക്കൻഡാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അതായത് 2 മിനിറ്റ്. 2 മിനിറ്റിനുള്ളിൽ ഇതിൽ നിന്ന് 8 ബലൂണുകൾ പൊട്ടിയാൽ മതി. Your time starts now. 1 2 3 4 സൂപ്പർ 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 4 ശരിക്കും 20 സെക്കൻഡ് കഴിഞ്ഞു. പൊട്ടിക്കേ യാദവേ, പൊട്ടിക്കടാ. 5 5 5 5 6 6 7 ഒരെണ്ണം കൂടി മതി, ഒരെണ്ണം കൂടി. 8 യാദവേ ഓടി വന്നേടാ, ഇങ്ങോട്ട് വന്നേ. യാദവ് ഹോളി ആഘോഷിച്ച പോലെ ഇങ്ങ് വന്നേ. യാദവ് സൂപ്പറായി. യാദവിനെ കുളിപ്പിക്കാൻ നമ്മളൊരു ടീമിനെ ഇറക്കുന്നതായിരിക്കും ഒന്നും തന്നെ. ആര് കളിയാക്കല? നല്ലൊരു ഗൈഡ് എടുത്ത യാദവിന്. യാദവ്
കളിയിൽ ജയിച്ചതിന്റെ സന്തോഷത്തിൽ കരയുകയാണെന്ന് തോന്നുന്നു. എന്തായാലും യാദവിന് സമ്മാനമായിട്ട് ഈ സമ്മാനം നമ്മൾ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഈ സമ്മാനം യാദവിന് മാത്രമുള്ളതാണ്. കാരാവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം മേടിച്ചേ. ആ സൂപ്പറായി. സൂര്യ മഞ്ഞയിലും പച്ചയിലും കുളിച്ച് നിൽക്കുകയാണ്. ഒരു നല്ല കൈകൂടി കൊടുത്തേ. ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരുത്തനെ കാണാനുണ്ട്. അവിടെ അതെ ആള് കരഞ്ഞു കരഞ്ഞ് ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഒപ്പിച്ചിട്ട് വന്നിരിക്കണോക്കെ. എന്തിനാടാ യാദവേ നീ കരഞ്ഞത്? അയ്യേ അയ്യയ്യേ. എന്തായാലും ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആള് ഹാപ്പിയാണ്. ഷമ്മി ഹീറോ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യാദവ് ഹീറോ ആണ്. ഹീറോ അല്ലേ യാദവേ? ഒരു നല്ല കൈയെടുത്തേ യാദവന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിന്റെ തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു സൂര്യ? അടിപൊളി, കളർഫുൾ അല്ലേ? അപ്പോൾ കളർഫുൾ ആയിട്ട് നല്ല കളറുള്ള നോട്ടുകളാണല്ലോ പച്ചടിച്ചെടുക്കണം. അതിൽ നിന്ന് ഒരു 1000 രൂപ കൊണ്ട് തട്ട ഞാൻ. അപ്പോ ആദ്യത്തെ സമ്മാനം ചേലോറയിലെ 1000 രൂപ സൂര്യക്ക്. ഒരു നല്ല കയ്യടിയെ പോരട്ടെ. 1000, 2000, 3000 കൂടി പോകട്ടെ കേട്ടോ. നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താലോ? നമ്മൾ മാത്രം 1000 രൂപ മേടിച്ചാൽ പോരല്ലോ. അപ്പൊ സൂര്യ പെട്ടെന്നൊരു PSC ചോദ്യം ചോദിച്ചേ. ഇവര് ആരും ഉത്തരം പറയണേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചോദ്യം സിമ്പിൾ ആയ ചോദ്യമാണ്. നമുക്ക് കണ്ണൂർക്കാർക്കെല്ലാം എന്തായാലും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്. എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്നാണ് ചോദ്യം. ഒരു മിനിറ്റ് അതല്ല ചോദ്യം. ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ച ചോദ്യമാണ്. ചോദ്യം അതല്ല. നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അത് ഉദ്ഘാടനം ചെയ്ത ദിവസം എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? വർഷം എല്ലാവർക്കും അറിയായിരിക്കും. ദിവസം എപ്പോഴാന്നാണ് പറയേണ്ടത്. ദിവസം ഈ എന്തോരം പേരാ? ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. എന്താ എത്രയാ? ഡിസംബർ 9 ആണെന്നാണല്ലോ പറയുന്നത് സൂര്യ. കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങ് പോരെ, ഓടിപ്പോരെ. കുറെ പേര് കൈവക്കിയെങ്കിലും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ തടഞ്ഞ ആള് ഇദ്ദേഹമാണ്. എന്താണ് പേര്? ഫർഹ എത്രയിലാ പഠിക്കുന്നത്? 4ലാണ് പഠിക്കുന്നത്. ഫർഹയ്ക്ക് വേറൊരു ഗെയിമും കൂടി തരട്ടെ. ഉത്തരം പറഞ്ഞു, എന്തായാലും ചെറിയ ഗെയിമും കൂടി തരട്ടെ. തിരുവനന്തപുരം എന്ന് പറഞ്ഞേ. അതൊന്ന് തിരിച്ചു പറഞ്ഞേ. തിരുവനന്തപുരം എന്നൊന്ന് തിരിച്ചു പറഞ്ഞേ. ഫർഹ എന്നൊന്ന് തിരിച്ചു പറഞ്ഞേ. അവിടെ നിന്ന് തുടങ്ങാം. ഹർഫ. അത് എളുപ്പമല്ലേ? ഒരു കൈയ്യടി കൊടുത്തേ. ഇനി അതുപോലെ തൃശൂർ എന്നൊന്ന് തിരിച്ചു പറഞ്ഞേ. തൃശൂർ. പോരട്ടെ. തൃശൂർ. അത് നേരെ പറയണതല്ലേ? തിരിച്ചു ഒന്ന് പറഞ്ഞു നോക്കി. തിരുവനന്തപുരം ഒന്ന് തിരിച്ചു പറഞ്ഞേ. ഈ ഗെയിം ഒന്ന് വലിയ ആൾക്കാരിലേക്ക് വന്നാലോ? കുറച്ചും കൂടി ഘടാഘടി. ഇത് പറയാൻ ആരാ? അവിടെ അനുവിരുന്നു. ഇത് നേരത്തെ കൈവക്കിയ ചേച്ചിമാരത്. അവിടെ ഒരു മഞ്ഞ ചുരിദാർ കൈവക്കിയായിരുന്നു. മഞ്ഞ ചുരിദാർ ഓടിയോ? ആർക്കും ധൈര്യമില്ലേ? ഇത് ഉത്തരം പറയാൻ ആരാണ് ഇതിന് ധൈര്യം ഉള്ളത് തിരിച്ചു പറയാൻ? എന്ന് ട്രൈ ചെയ്ത് നോക്ക്. തിരുവനന്തപുരം ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കി. അവിടെ ഒരാൾ കൈവക്കി. ഫ്രണ്ടിലേക്ക് വാ. എന്താ പേര്? അനുശ്രീ. തിരുവനന്തപുരം ഒന്ന് തിരിച്ചു പറഞ്ഞേ. രംബൂൻ ദാനാവരുതി. നാദാവരുതി അല്ല, അടിപൊളി. നല്ലൊരു കൈ കൊടുത്തേ. ഇനി തൃശ്ശൂർ പറഞ്ഞേ. ആലോചിച്ചോ? ഇതൊരെണ്ണം ഞാൻ അത്രയും. ഈ മഞ്ഞ ചുരിദാറിന് അറിയാമെങ്കിൽ അങ്ങോട്ട് പങ്കെടുത്താ പോരായിരുന്നോ? എന്നിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കണു. പറഞ്ഞോ. ഓക്കെ, അങ്ങോട്ട് ഓർപ്പിച്ചായിട്ട് പറഞ്ഞേ. അതാണ്. അനുശ്രീന്നൊന്ന് തിരിച്ചു പറഞ്ഞേ. സ്വന്തം പേര് ശ്രീനുവ. അനുശ്രീനേക്കാളും നല്ല പേര് ശ്രീനുവ എന്നാണല്ലോ അല്ലെ? കണ്ണൂരൊന്ന് തിരിച്ചു പറഞ്ഞേ. ഇർണു ആയോ? ഇർണൂക്ക. പുട്ട്. മിഥുൻ. ഇത് എനിക്കുള്ള വാരയാണല്ലോ ദൈവമേ. ഇന്ദുമി. മിഥുൻ തന്നെയാ നല്ല പേര്. അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഒരു നല്ല കൈയെടുത്ത് ഇതിൽ കൂടുതൽ വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല. അത്രയും പറഞ്ഞതല്ലേ? അപ്പൊ അവിടെ ഫർഹാക്ക് ഒരു സമ്മാനം, പിന്നെ നമ്മുടെ അനുശ്രീക്ക് ഒരു സമ്മാനം. 2 സമ്മാനങ്ങളാണ്. അപ്പോ നമ്മുടെ അനുശ്രീക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. നല്ലൊരു കൈ കൊടുത്തേ. ഒപ്പം നമ്മുടെ ഫർഹമോൾക്ക്, ആദ്യം ഉത്തരം പറഞ്ഞ ഫർഹമോൾക്ക് ക്വാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. ഹാപ്പി സീൻ അല്ലേ? അപ്പൊ ടാറ്റ, വീണ്ടും കാണാം. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇവിടെ വന്ന് മത്സരിക്കുന്നവർക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. ആ സമ്മാനം നമ്മൾ കൊടുത്തു. ഇനി
നമ്മുടെ സൂര്യയുടെ അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് 2000-ന്റെ റൗണ്ട്. ഇത് 3000-ലേക്കുള്ള എൻട്രി റൗണ്ടാണ്. 2000 കയ്യിൽ കിട്ടുന്ന മത്സരമല്ല. നമുക്ക് ഗെയിം എടുത്താലോ? അപ്പോ അടുത്ത പണി ചോദിച്ചു വാങ്ങിക്കോ. ഓക്കെ, ലൈസൻസ് ഒക്കെ ഉണ്ടോ കാർ ഓടിക്കാനുള്ളത്? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് മാത്രമുണ്ട്, കാർ ഓടിക്കൂല അല്ലേ? ഇല്ല. ആ, എന്റെ വീട്ടിലുണ്ട് ഒരു അനിയത്തി ഇതുപോലെ, ലൈസൻസ് ഉണ്ട് പക്ഷെ കാർ ഓടിക്കൂല. അപ്പോ ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ചേലോറ ഹബ് എന്നാണ്. നമ്മളിങ്ങനെ ബാക്കോട്ട് വലിച്ചിട്ട് ഒറ്റപ്പെടലൂടെ നല്ല സ്പീഡിൽ പോകുന്ന കാറില്ലേ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ മേടിച്ചു കൊടുക്കുന്നത്, ആ കാറുകൾ നമ്മുടെ ഹബിന്റെ ഉള്ളിൽ ഓടിച്ച് കയറ്റുക എന്നുള്ളതാണ് ഗെയിം. റെഡി? ഇതിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും വേണ്ട, അല്പം ബുദ്ധിമതി. റെഡി അല്ലേ? അപ്പോ സൂര്യയുടെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ചേലോറ ഹബ്ബ് 100 സെക്കൻഡ് ആണ് സെക്കൻഡ് റൗണ്ടിലുള്ളത്. നമ്മൾ ഓരോ റൗണ്ട് കഴിയും തോറും സെക്കൻഡ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും, 20 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. 120 ആയിരുന്നു, ഇനി 100 ആണ്. 100 സെക്കൻഡിനുള്ളിൽ ഇതിനകത്ത് 4 കാറുകൾ നമ്മൾ പാർക്ക് ചെയ്യണം, 4 എണ്ണം. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങിക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. സമയം കളയണ്ട, വേഗം വേഗം പോകണ്ട. 1 സൂപ്പർ, നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. ആ, അടുത്തത്. പോയില്ലല്ലോ, പോയില്ലല്ലോ, അവിടെ തടഞ്ഞ. ആ, മാറ്റത്. ആ, അതൊരു വേറെ അടുത്തെടുക്ക്. 2 രണ്ടെണ്ണമായി 30 സെക്കൻഡിൽ 2 എണ്ണം. അത് എടുത്തോ, അതിലേക്ക് തടഞ്ഞേക്കും. അടുത്ത 30 സെക്കൻഡിൽ 2 എണ്ണം. ഒരു ഇതിന് 2 എണ്ണോ? അത് കൂട്ടൂല, വെവ്വേറെ വരണം. അതിനെടുക്ക്. എന്നിട്ട് ഒന്നുകൂടി വിട്. അതെടുത്തോ, വേഗം എടുത്തോ. 3 എണ്ണം. ഇനി ഒരെണ്ണം കൂടി മതി. 60 സെക്കൻഡ് ആയിട്ട്. അപ്പോ അത് കൊക്കയിലേക്ക് പോയി. ഇനി ഒരെണ്ണം കൂടി മതി. 60 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തെടുത്തു. അതന്നെ എടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യും. ഒന്ന് കൈയടിച്ച്. 30 സെക്കൻഡ് ബാക്കി നിൽക്കെ 4 എണ്ണം എത്തിച്ചു. 2ാം റൗണ്ടും ജയിച്ചിട്ട് 3ാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 3ാം റൗണ്ട് ഉറപ്പായിട്ട് 3000 രൂപ കിട്ടും. അപ്പൊ ആ റൗണ്ടിലേക്ക് പോകാം, ആ ഗെയിമിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ എടുക്കുന്നു സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു സൂപ്പർ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ആയില്ലേ കാര്യങ്ങളൊക്കെ? വളരെ വളരെ സൂപ്പർ അല്ലേ സൂര്യ? ഇനി നമുക്ക് 3000-ന്റെ റൗണ്ടിലേക്ക് കിടക്കണം. ഈ റൗണ്ട് ജയിച്ചാൽ 3000 രൂപയാവും ടോട്ടൽ കയ്യിൽ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് പോവാവൂ കേട്ടോ. ഈ 3000 ഒക്കെ കിട്ടിയ PSC ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പുസ്തകം മേടിച്ചു കൊടുക്കൂ? മുട്ടായി വാങ്ങിക്കൊടുക്കുന്നുള്ളൂ. മുട്ടായി വാങ്ങിക്കൊടുത്താൽ മതി. എന്തായാലും അടുത്ത ഗെയിം എടുത്തോ. എന്താണ് ഗെയിം എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോ സൂര്യയുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് Am I right എന്ന് പറയുന്ന ഗെയിമാണ്. അതൊന്നുമില്ല, ഞാൻ ശരിയാണോ എന്ന് ചോദിക്കുക. അതാണ് ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ സൂര്യയുടെ തലയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ബൗൾ വെച്ചിരും. ബോളല്ല, ബൗൾ, ഒരു പാത്രം കുഞ്ഞിത്. ഇവിടെ കുറച്ച് തടസ്സങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും കടന്നു പോകുമ്പോൾ. പക്ഷെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി പോകുമ്പോൾ ഇത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ആമ റൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് എന്ന് പറയണം, റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് അല്ല എന്ന് പറയണം. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോയി തട്ടി തടഞ്ഞ് വീഴാതെ ഇത് കളയാതെ ഈ ബൗള് അപ്പുറത്തെത്തിക്കണം. അതാണ് ഗെയിം. അതുകൊണ്ടാണ് ആമ റൈറ്റ് എന്നുള്ള ഗെയിം വന്നത്. നിങ്ങൾ സഹകരിച്ചാലാണ് കേട്ടോ സൂര്യക്ക് 3000 രൂപ കിട്ടുള്ളൂ. സഹകരിക്കില്ലേ? അന്നാ കയ്യടിച്ചേ. പോരട്ടെ, കയ്യടി പോരട്ടെ, പൊന്തട്ടെ. സൂര്യക്കുള്ള അടുത്ത ഗെയിം ആമ റൈറ്റ്. സൂര്യ അങ്ങനെ 3ാം റൗണ്ടിൽ എത്തിയിരിക്കുന്നു. 3000 രൂപ ഉറപ്പായും കിട്ടുന്ന റൗണ്ട്. സൂര്യ ചെയ്യേണ്ടത് ഈ ബൗൾ ഒരെണ്ണെടുത്ത് നെറ്റിയിൽ വെക്കുക, മുകളിലേക്ക് നോക്കുക, പിന്നെ താഴെയുള്ളത് കാണാൻ പറ്റില്ല. നടന്ന് ഇതിന്റെ ഉള്ളിൽ മാത്രമാണ് ചവിട്ടി പോകേണ്ടത്. ഒരു കാരണവശാലും ഇതിൽ തട്ടരുത്, ഈ വളയത്തിൽ കാല് തട്ടരുത്. അതുകൊണ്ടാണ് സൂര്യ ചോദിക്കുന്നത് ആമ റൈറ്റ് എന്ന് ചോദിക്കും. നിങ്ങളപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കാല് ഇതിന്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ ആൾക്ക് കാല് വെക്കാം. നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് സൂര്യക്ക് ജയിക്കാൻ പറ്റുള്ളൂ. 80 സെക്കൻഡ് മാത്രമേ ഈ റൗണ്ടിന് സമയമുള്ളൂ. 2 ഈ മഞ്ഞ ബൗളുകൾ നമുക്ക് അവിടെ എത്തിക്കണം. 80 സെക്കൻഡ് കൊണ്ട് 2 എണ്ണം. അപ്പോൾ ഒരെണ്ണത്തിന് 40 സെക്കൻഡ് യൂസ് ചെയ്യാം.
കറക്റ്റ് കണക്കല്ലേ PSC ടീച്ചറെ? കറക്റ്റ്. ആ ഞാനും എഴുതി നോക്കാൻ പോണു PSC. ഓക്കെ, അപ്പോ സമയം ആരംഭിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ചോ, പ്രോത്സാഹിപ്പിച്ചോ. എന്നിട്ട് സൂര്യ ചോദിച്ചോ. ഓടി വന്നിക്ക്. കാലിന്റെ അളവെടുക്കാനൊക്കെ എവിടെ നിന്ന് സ്കെയിലൊക്കെ എടുത്തിട്ട് വരും ഇപ്പൊ പെട്ടെന്ന്. സമയം അതിനുള്ള സമയം നമുക്കില്ല. പോട്ടെ. റൈറ്റ്. പോയി. ഓടി വാ. അത്രയും അകത്തി കാല് വെക്കണ്ട. അപ്പോൾ എളുപ്പോ ഇതിങ്ങനെ അകത്തി വെക്കുമ്പോഴാണ് ഇത് കൺഫ്യൂഷൻ ആയിട്ട് കാല് കൊള്ളണേ. വേഗം പോട്ടെ. സമയം കൊടുക്കും. ശരി. പോട്ടെ. പോട്ടെ. കറക്റ്റ്. അടുത്തത്. സൂപ്പർ. ഓടിപ്പോ. 1 അവിടെ വെക്കാതെ. കപ്പ അവിടെ വെക്കണമായിരുന്നു. ഓടിച്ചെന്ന് അവിടെ വെച്ചിട്ട് വന്നിപ്പോ. ഓടിച്ചെന്ന് വെച്ചിട്ടോ. അത് ശരി, ആള് ടെൻഷനിൽ അത് വിട്ടു. റെഡി. അടുത്ത കപ്പ്. 2 എണ്ണമാണ് നമുക്ക് അവിടെ എത്തിക്കട്ടെ. കൈയടിക്ക്. റൈറ്റ്. അടുത്തത്. അയ്യോടാ, ആശ്വാസമായോ? ആശ്വാസം. എന്തായാലും അറ്റപ്പറ്റിയാണ് നമ്മൾ എത്തിയത്. 80 സെക്കൻഡില്. പക്ഷെ ജയിച്ചു. കാരണം ആദ്യത്തെ 2 റൗണ്ടിൽ നീണ്ടി കാല് വെച്ച് ഇതിനകത്തൊക്കെ മുട്ടിച്ച പ്രശ്നമായത്. പക്ഷെ തുടക്കമൊക്കെ രസമായിരുന്നു. എന്നാലും കളി ജയിച്ചിരിക്കുന്നു. സൂര്യ നേടുന്നു 3000 രൂപ. ആ 3000 രൂപ കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് കുറച്ച് ആട്ടവും പാട്ടും ആയാലോ? ഒരു പെർഫോമൻസ് കണ്ടാലോ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ? സി കേരളം സൂപ്പർ ബമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ റെഡി ആയിട്ടിരുന്നോ? ഇവിടെ
2000 വേണമല്ലോ. ഇത് എത്ര ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് 2000-ത്തിന്. അപ്പൊ ഒരു നല്ല കൈയ്യടി കൊടുത്തേ. 2000 രൂപ ബാലൻസ് കൊടുക്കുന്നു. ഇപ്പൊ ടോട്ടൽ കയ്യിൽ 3000 രൂപയായി. ഇനി നമ്മൾ 5000-ന്റെ റൗണ്ടിലേക്കാണ് കിടക്കുന്നത്. 4-ാം റൗണ്ട്. ഓക്കെ, ഈ റൗണ്ട് ജയിച്ചാലാണ് ഉറപ്പായും കിട്ടുന്ന 10000 രൂപയുടെ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. സൂര്യ റെഡി അല്ലേ? കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഇടയ്ക്ക് നമുക്ക് ഒരു സമ്മാനം കൂടി കൊടുത്താലോ? എന്ത് പറയുന്നു? ഡബിൾ. ഓക്കെ. ഇത്തവണ PSC ചോദ്യമൊന്നുമല്ല. എനിക്ക് വിവാഹിതനായ ഒരു യുവാവോ ഇത്തിരി പ്രായമായാളോ ആരെങ്കിലും ഒരു പുരുഷ കേസരിയാണ് എനിക്ക് കണ്ടുണ്ട്. വിവാഹിതനായ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അപ്പോ അനൂപേട്ടനാണ് ഈ കൂട്ടത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ടും ചങ്കൂറ്റത്തോടു കൂടി ഇങ്ങോട്ട് വന്ന ആള്. ബാക്കിയുള്ളവരുടെ ചങ്കൂറ്റൊക്കെ നശിച്ചോ അതോടുകൂടി? ആരും വന്നില്ലല്ലോ. എന്തായാലും അനൂപേട്ടനൊരു നല്ല കൈഡി കൊടുത്തേ. ഗെയിം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ ഒരു വീട്ടമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ നമ്മളിവിടെ അഭിനയിച്ച് കാണിക്കുന്നു അനൂപേട്ടൻ. അതായത് ചിലപ്പോ അരി പാചകം ചെയ്യേണ്ടി വരും, ചായ തിളപ്പിക്കേണ്ടി വരും, കൊച്ചവിടെ കരയണമെങ്കിൽ കൊച്ചിനെ പോയി എടുക്കേണ്ടി വരും, ചിലപ്പോൾ പാലും എടുക്കേണ്ടി വരും, അപ്പുറത്ത് ഭർത്താവ് വിളിക്കുമ്പോൾ ഓടി അങ്ങോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ 4-5 പരിപാടികൾ ഒരു വീട്ടമ്മ ചെയ്യുമില്ലേ? ഒരു ദിവസം രാവിലെ നിങ്ങൾ എന്തോരം കഷ്ടപ്പെടണല്ലേ? കണ്ടാ അവര് ഓക്കെ ഒരു കൈയുടെ തന്നേ, നിങ്ങൾക്ക് കൈയുടെ. അപ്പൊ അനൂപേട്ടൻ ദിവ്യ ചേച്ചിനെ ഒരു ദിവസം, ദിവ്യ ചേച്ചിയാണെന്ന് ജോലിക്ക് കൊടുക്കുന്നത്, അനൂപ് വീട്ടിൽ പെട്ടു. അനൂപാണ് ഭാര്യ. അനൂപേട്ടനാണ് ഭാര്യ. തുടങ്ങിക്കോ. ഇത് ഞാൻ പിടിച്ചോളാം. അടുക്കള ഇവിടെ സെറ്റ് ചെയ്തോ. ഇതാണ് അടുക്കള. ഓക്കെ, ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്തോളാം. റെഡി? ഒരു നല്ല കൈഡ് എടുത്ത് അനൂപിന്. എത്ര ഊർജ്ജസ്വലനായിട്ടാണ് വീട്ടുപണി എടുക്കണത് നോക്കട്ടെ. അപ്പൊ കഞ്ഞി തയ്യാറാക്കുന്ന പരിപാടികൾ ചെയ്തു അനൂപേട്ട. ഇതാണ് അടുപ്പ്. തീ കത്തിക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു. എന്താ പാത്രം എടുത്ത് വെക്കുന്നു. അരി കഴുകുന്നില്ലേ? ഓടിച്ചെന്ന് അരി കഴുകാതെയാണ് കൊണ്ടുവന്നത്. ഇതെന്ത് തേങ്ങ ചേർക്കണോ? ഓക്കെ, അവിടെ കൊച്ചറിയണു ഓടിച്ചല്ലേ? കൊച്ചു കരയണു അനൂപേ, കൊച്ചു കരയണു. ഓടിച്ചല്ല അനൂപേ, ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ല, കൊച്ചിന്റെ അടുത്തേക്ക് പോകണ്ടേ? ഓടിച്ചെന്ന് കൊച്ചിനെ ആശ്വസിപ്പിക്കും. കൊച്ചവിടെ സ്വന്തം കൊച്ചിനെ തന്നെ നോക്കാണ്. കൊച്ചിനെ ആശ്വസിപ്പിക്കും. ഓടി ഒന്ന് അരി എടുക്കുന്നു. അപ്പുറത്ത് അവിടെ ഭാര്യ, ചേട്ടാ എന്റെ തോർത്തെവിടെ എന്ന് ചോദിക്കുന്നു. ഓടിച്ചെന്ന് തോർത്തെടുത്ത് കൊടുക്കും. ഓക്കെ, അതെ, അരി തിളയ്ക്കുന്നു. ഊതുന്നു. അന്തത് അടുപ്പിൽ ഊതുന്നതാണ്. ഓക്കെ, അത് ശരി. അവിടെ കൊച്ചെന്താ ചോദിക്കുന്നു. കൊച്ചിനെ യൂണിഫോം ഇടിച്ചു കൊടുത്തേ. ഓടിച്ചല്ലേ? ഇതെന്താ സംഭവം? കൊച്ചിനെ യൂണിഫോം ഓടിച്ചല്ലേ? മുറ്റടിച്ചായിരുന്നു. ഓടിച്ചെന്ന് മുറ്റടിച്ചേ. ഇതിന്റെ ഇടയിലാണ് അത് ഓർക്കുന്നത്. എടാ, ഇങ്ങനെ മുറ്റടിച്ചു കഴിഞ്ഞാൽ മുറ്റത്തിന് നോവും. മതി അനൂപേ, മതി. ഇത്രയൊക്കെ പണിയെടുത്താ മതി. ഒരു നല്ല കൈയ്യടി കൊടുക്കും നമ്മുടെ. അപ്പോ ദിവ്യ ചേച്ചി പേടിക്കണ്ട. ഒരു ദിവസം വീട്ടിലെ ജോലി ഏൽപ്പിച്ച ആള് ഉഷാറാക്കി ചെയ്യും. ദിവ്യ ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരുമോ? ഇതാണ് ഇവരുടെ ഫാമിലി. ചോദിച്ചു നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ. ദിവ്യ ചേച്ചിക്ക് ചിരി വന്നിട്ട് പാടില്ല. അനൂപേട്ട വീട്ടിൽ പണിയെടുക്കണത് കണ്ടിട്ടായിരിക്കും അല്ലേ? ശരിക്കും വീട്ടിൽ ഇങ്ങനെ പണിയെടുക്കാറുണ്ട് അനൂപ്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഹെൽപ്പ് ചെയ്യാറ്? രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്. ആണോ? പുള്ളി ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഫുഡ് എന്താ? മക്കളോട് പറഞ്ഞു കൊടുക്കാൻ. പുട്ട്. പുട്ടുണ്ടാക്കണേ. പുട്ടിന് എന്ത് കറി ഉണ്ടാക്കി തരാ അച്ഛൻ? പുട്ടും മുട്ടയുടെ ആളാണ്. മുട്ടയുടെ വീട്ടാണ്. ഒരു നല്ല കൈഡ് കൊടുത്തേ. എന്തായാലും ചേലോറ് വന്നിട്ട് നല്ലൊരു ഫാമിലിനെ പരിചയപ്പെട്ടു. അനൂപ് നമുക്ക് ആദ്യം തന്നെ പാട്ട് പാടി തന്നു, പിന്നെ വിശേഷങ്ങൾ പറഞ്ഞു, ഇപ്പൊ അഭിനയിച്ചും ചിരിപ്പിച്ചു. നല്ലൊരു കലാകാരനാണ്, ഒപ്പം നല്ലൊരു ഫാമിലി, ഒപ്പം നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് ഞാൻ വിട്ടായിരുന്നു. എന്തായിരുന്നു? മോളുടെ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ അതും ആഘോഷിച്ചു. അപ്പോ അനൂപിന് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാണ് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ട്. കൊടുത്തോ? സൂര്യയാണ് സമ്മാനം കൊടുക്കുന്നത്. ഒരു നല്ല കൈഡി കൊടുത്തേ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാപ്പി ഫാമിലി. വീണ്ടും കാണാം. അപ്പോ അതൊക്കെ മൊത്തത്തിൽ ഉഷാറാക്കി കളറാക്കി അല്ലേ? ഒരു നല്ല കൈഡി ഇനി സൂര്യക്ക് കൊടുത്തേ. സൂര്യ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അടുത്ത റൗണ്ടും കൂടി ജയിച്ചാൽ നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്കാണ് സൂര്യ പോകാൻ പോകുന്നത്. റെഡി അല്ലേ? ഏതാണ് ഗെയിം എന്ന് നോക്കിയാലോ? നമ്മൾ 3000 രൂപയൊക്കെ തന്ന് ഡീലാക്കിയില്ലേ? ഇനി അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അടുത്ത ഗെയിം എടുത്ത് ഏതാ ഗെയിം എന്ന് നോക്കാം. ഇത് അടിപൊളി ഗെയിമാണ്. ഇത് ജയിക്കാൻ ഇത്തിരി പാടായിരിക്കും, അത് ഉറപ്പാ. ഈ ഗെയിമിന്റെ പേരാണ് മുഷ്ടി കവച മാളിക. അതായത് ഗ്ലൗസ് ഇടുക. നമ്മൾ ബോക്സിങ്ങിന്റെ ഗ്ലൗസ് തരും, അത് ഇടുക. അത് ഇട്ടിട്ട്
ഒരു മാളിക ഉണ്ടാക്കണം, മറ്റേ ഗ്ലാസ് പോലത്തെ സാധനം വെച്ചിട്ട്. അപ്പോൾ ഈ ബോക്സിങ്ങിന്റെ ഗ്ലൗസിന് ഒരു കുഴപ്പമുണ്ട്, മറ്റുള്ള ഇങ്ങനെ പിടിച്ചെടുക്കാൻ ഇത്തിരി പാടായിരിക്കും, ഭയങ്കര വലുതാണത്. അപ്പോൾ അത് ബാലൻസ് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ എടുത്ത് വെച്ച് ഒരു മാളിക ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗെയിം. റെഡി? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പേരിട്ടത് മുഷ്ടി കവച മാളിക. സൂര്യ അപ്പൊ 5000ന്റെ റൗണ്ടിലെത്തി. 5000ന്റെ റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10000 ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്ക് പോകും. തോറ്റു കഴിഞ്ഞാൽ 3000 രൂപയും കൊണ്ട് വീട്ടിൽ പോകും. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്ത് തോന്നുന്നു? കയ്യാന്നേ തോന്നുന്നില്ല. അന്നത് കൈയാണ്. ഓക്കെ, ഈ കൈ കൊണ്ട് പതുക്കെ ബാലൻസ് ചെയ്ത ഗ്ലാസുകൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിരത്തി ഒരു മാളിക ഉണ്ടാക്കലാണ് നമ്മുടെ ഗെയിം. താഴത്തെ തട്ടിൽ 4, പിന്നെ 3, 2, 1 അങ്ങനെയാണ് മാളിക ഉണ്ടാക്കേണ്ടത്. നല്ല ബാലൻസിങ് ഗെയിമാണ്. ആകെ 60 സെക്കൻഡേ സമയമുള്ളൂ ഈ റൗണ്ടിന്. ഓർക്കുക, ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് ചെയ്തു നോക്കാം. ജയിച്ചാൽ കിട്ടിയ ലൂട്ടി, അല്ലെങ്കിൽ ചട്ടി. അതാണ് നമ്മുടെ ലൈൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എല്ലാവരും. ഒന്ന് നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അതെ, കറക്റ്റ്. അടുപ്പിച്ച് വെച്ചോ. ഓക്കെ, ഒരെണ്ണം കൂടി വെച്ചാൽ സൂപ്പറായി. താഴത്തെ തട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത തട്ട് പോരട്ടെ. ഓക്കെ, അത് ഈ അറ്റത്തുനിന്ന് വെച്ച് തുടങ്ങുന്നത് വളരെ ബുദ്ധിയാണ്. അറ്റത്ത് നമുക്ക് തട്ടാൻ വഴിയുണ്ട്. ഇതാകുമ്പോൾ ഇവിടെ പോവാം. പതുക്കെ വെച്ച് പോക്കാം. സൂപ്പർ. 30 സെക്കൻഡ് കഴിഞ്ഞു. ടെൻഷൻ അടിക്കണ്ട. 2 നില മാളിക, 2 നില. ഇനി അടുത്തത് പോരട്ടെ. വളരെ കെയർഫുൾ ആയിട്ട് വെക്കുക. അടുത്ത ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ അതിമനോഹരമായിരിക്കുന്നു സൂര്യ, അതിമനോഹരമായ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി വെച്ചാൽ മതി. പയ്യെ 10 സെക്കൻഡ് ബാക്കിയുണ്ട്, സമയമുണ്ട്. പയ്യെ വെക്ക്. ദൈവമേ, വീടല്ലേ. അപ്പോ 5000 രൂപയുടെ റൗണ്ടും കടന്ന് സൂര്യ എത്തിയിരിക്കുന്നു 10000ന്റെ റൗണ്ടിൽ. അങ്ങനെ ആ നിർണായക റൗണ്ടും കടന്ന് എത്തിയിരിക്കുകയാണ് 10000ന്റെ റൗണ്ടിൽ. സൂര്യക്ക് ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് കട്ട നിർണായകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10000 ജയിച്ചാൽ ഡയറക്റ്റ് സൂപ്പർ ബമ്പർ റൗണ്ട് 25,000 രൂപ കിട്ടുന്ന റൗണ്ടിലേക്ക് കയറാണ് സൂര്യ. ഇനി വേറെ എക്സ്ട്രാ റൗണ്ടുകളൊന്നുമില്ല. എന്തായാലും ചേലോര് നിങ്ങൾ കാര്യങ്ങൾ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സൂപ്പർ ബമ്പർ കൂടാതെ നാളത്തെ സൂപ്പർ ബമ്പർ ഇവിടെ തന്നെ ചെയ്യാൻ പോകുന്നല്ലേ. ഒന്ന് ഉഷാറാക്കി കൈയടിച്ചേ. പാവം, അത് വെച്ച് കൈയടിക്കണ്ട്. അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സൂര്യ 25,000 നേടുമ്പോ, അതോ 10000ൽ ഔട്ടാവുമ്പോ, എന്തായാലും നാളെ കാണാം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ സമ്മാനമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. തൽക്കാലം മിഥുനും സൂര്യയും പറയുന്നു ഗുഡ് ബൈ.